ഇന്ത്യ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന സാഹചര്യത്തിൽ തടയാനായി 60,000 സൈനികരെ അതിർത്തിയിൽ വിന്യസിപ്പിച്ചു ബംഗ്ലാദേശ്. ഇത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് പോയ നമ്മുടെ പൗരന്മാരെ ഒരു കാരണവശാലും നമ്മൾ തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം എന്താ? ചുമ്മാ പ്രത്യേകിച്ചൊരു കാര്യമില്ല. കാരണം അവിടെ ജനസംഖ്യ വർദ്ധിക്കുവാണ്. ഒരു രക്ഷയുമില്ല. തിന്നാനും ഇല്ല, കുടിക്കാനും ഇല്ല, ഉടുക്കാനും ഇല്ല. ഒന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ജയിലുകളിൽ പോയി കിടന്നാൽ ആ ബംഗ്ലാദേശികൾക്ക് തിന്നാനും കുടിക്കാനും എങ്കിലും കിട്ടുമല്ലോ. അതുകൊണ്ട് 60,000 സൈനികരെ വിന്യസിപ്പിച്ചിട്ടാണെങ്കിലും ശരി, ഒരു രക്ഷയുമില്ല. കാരണം ഇന്ത്യയിൽ നിന്നൊരൊറ്റ ബംഗ്ലാദേശി നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പാടില്ല. അന്ന് ബംഗ്ലാദേശ് തന്നെ തീരുമാനിക്കും. ആഹാ, അന്തസ്. അറബികൾ ഭരിക്കുന്ന സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, UAE, ഒമാൻ, ബഹ്റൈൻ, കാട്ടറബികൾ ഭരിക്കുന്ന യമൻ, സിറിയ, ഗാസ, നൈജീരിയ, ഇസ്ലാമികൾ ഭരിക്കുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളെക്കാൾ സുരക്ഷിതമായി തലയിൽ ഡ്രോണും മിസൈലും വീഴില്ല എന്ന ഉറപ്പോടെ അടുത്ത് നിൽക്കുന്നവർ പൊട്ടിത്തെറിക്കില്ല എന്ന ധൈര്യത്തോടെ മുസ്ലിങ്ങൾക്ക് നോമ്പ് തുറക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും പറ്റുന്നത് RSSകാരനായ മോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ്. അതേ മക്കളെ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും കുവൈറ്റിലേക്കും UAEയിലേക്കും ഒമാനിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ ചെന്ന് കയറണം. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരിച്ചിരി മതേതരത്വം നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് ഇറാന് വേണ്ടി വെറും $200 കൊടുത്തതിന് ഒരാങ്ങളെയും പെങ്ങളെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. ഇന്ത്യയോട് സഹായം ചോദിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അവിടെയൊക്കെ ചെന്നിട്ട് ഒരു കുഞ്ഞു കൊല, ഒരു കുഞ്ഞു ബലാത്കാരം ഒക്കെ ഒന്ന് ചെയ്തു നോക്കണം. അതുപോലെ യമൻ, സിറിയ, ഗാസ, നൈജീരിയ ഇവിടെയൊക്കെ ചെന്നിട്ട് നിങ്ങളൊന്ന് മതേതരത്വം ഒന്ന് പറയാനൊന്ന് ശ്രമിച്ചു നോക്കണേ. ചുമ്മാ. പിന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പറയാനും വേണ്ട. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രസംഗിക്കാൻ പറ്റുന്നത്, നിങ്ങൾ മതേതരത്വത്തിന് വേണ്ടിയും മനുഷ്യത്വത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒക്കെ ഒന്ന് സംസാരിച്ചു നോക്കണം. പള്ളികളിലൊക്കെ കയറിയിട്ടൊന്ന് നിസ്കരിക്കണം. ആസനത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പൊട്ടിത്തെറിക്കുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. 4800ഓളം അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെ ഇതുവരെ തിരിച്ചയച്ചതായി ബംഗാൾ മുഖ്യമന്ത്രി. പെട്ടെന്ന് തിരിച്ചയച്ചോ. കാരണം ഇവന്മാരൊക്കെ ഇവിടെ നിൽക്കും തോറും നമുക്ക് തലവേദനയാണെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യം ഇവർ നശിപ്പിക്കും. പോയിക്കോക്കാം. ബൈ ബൈ. സൗദി അറേബ്യയിൽ തൊഴിൽ ചെയ്തു വന്ന ഇന്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഇറാനിൽ യുദ്ധബാധിതരെ സഹായിക്കാനായി പണം നൽകിയതിന് സൗദി പോലീസ് ജയിലിൽ അടച്ചു. തൂക്കിക്കൊല്ലുന്ന അറികളെ. ഓ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം. സൗദി അറേബ്യയിൽ വന്നിട്ട് ഇറാന്റെ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുക സൗദി അറേബ്യ. പാവം തിരിച്ചടിക്കാൻ പോലും വയ്യാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇവന്മാർ അവരെ സഹായിച്ചത്. അതുകൊണ്ട് ശരി, പിന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അല്ല. പിന്നെ ഗുജറാത്തിൽ നിയമവിരുദ്ധമായി താമസിച്ചിരുന്ന 500-ലധികം ബംഗ്ലാദേശികളെ ഗുജറാത്ത് പോലീസ് വ്യാപകമായി തടങ്കലിലാക്കി. അവിടെ പോയിട്ടേ കുറച്ച് കുറുന്താളിപ്പ് കാണിക്കാൻ ശ്രമിച്ചതാ. പിടിച്ചകത്തിട്ട്. രേഖകളില്ലാതെ ഇന്ത്യയിൽ കഴിയുന്ന 2860 പേരുടെ പൗരത്വം എത്രയും വേഗം സ്ഥിരീകരിക്കണം. ബംഗ്ലാദേശിന് നിർദ്ദേശം നൽകി ഭാരതം. എങ്ങനെയുണ്ട്? ടാറ്റ കൺസൾട്ടൻസിക്ക് ശേഷം വിപ്രോയിലും നിർബന്ധിത മതപരിവർത്തനം. നമ്മൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും ഏതു മേഖലയിലുണ്ടെങ്കിലും ശരി, ഞങ്ങളുടെ മതം വളർത്താൻ വേണ്ടി നിങ്ങളോടൊക്കെ ഒന്ന് തട്ടമിടണമെന്നും ഒന്ന് പൊട്ടുമായിക്കണമെന്നും ഒന്ന് അറ്റം ചെത്തണമെന്നും പറയുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? ചുമ്മാ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന സാധനത്തിന്റെ അറ്റം ഒന്ന് പോയാൽ എന്താ ലോകം ഇടിഞ്ഞു വീഴുവോ? അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ? പിന്നെ എന്തുവാ കുഴപ്പം? പൊട്ടുമായിച്ച് നമ്മുടെ തലയും മുടിയും ഒന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഒരു തട്ടമിടാനെന്നല്ലേ പറയുന്നുള്ളൂ. എന്തോ കുഴപ്പം? ഹിജാബ് ധരിക്കാനും ഇസ്ലാം മതം സ്വീകരിക്കാനും സഹപ്രവർത്തക ഷഹീന റഫീഖ് നിർബന്ധിച്ചു. നമുക്ക് പിന്നെ നമ്മുടെ മതം വളർത്തണ്ട, ഇതുകൊള്ള നമ്മൾ ഓരോരുത്തരും 4 പേരെ വീതം മാറ്റിയാൽ എത്രയായി? അനുസരിക്കാത്തതിനാൽ അനാവശ്യ ആരോപണം ഉന്നയിച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കി. നമ്മൾ പറയണത് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അനുഭവിക്കേണ്ടി വരില്ലേ? കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ എന്ന യുവതി. എന്നാ പിന്നെ മതം അങ്ങ് മാറിയാ പോരാ. ഹിന്ദു ജീവനക്കാരികളെ ബോധപൂർവം ബുദ്ധിമുട്ടിക്കുന്നതായി ആരോപണം. പ്രതികരിക്കണം പിള്ളാരെ, പ്രതികരിക്കണം. തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം നമുക്ക്. മാധവിക്കുട്ടിക്ക് മതം മാറാൻ 100 കോടി വാഗ്ദാനം. തന്റെ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിന്ന് വിജി തമ്പി. 100 കോടി നമുക്കൊക്കെ എത്രയെങ്കിലും തരുമോ എന്തോ. ഓപ്പറേഷൻ തൂഫാൻ ഇഫക്റ്റ്. കാറിൽ MDMA. പോലീസിനെ കണ്ട് വാഹനം ഉപേക്ഷിച്ചോടി യുവതിയും യുവാവും. പാവപ്പെട്ട കാക്കായും താത്തായും കോടികൾ ഉണ്ടാക്കാനുള്ള പരക്കം പാച്ചിൽ. വലിയ ബുദ്ധിമുട്ടാന്നേ ജീവിക്കാൻ.
എന്തോ ജോലി ചെയ്താലാ വലിയ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ചെയ്താലല്ലേ നല്ല രൂപത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ആഡംബര കാറും വലിയ വാഹനവും വലിയ വീടും ഒക്കെ ആയിട്ട് ഒന്ന് ആർമാദിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ചെന്നിത്തല സമ്മതിക്കത്തില്ല. നമുക്കൊക്കെ അറിയാവുന്ന ആ നടൻ അയച്ചു തന്നത് ഷർട്ടിടാത്ത ചിത്രം, കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ടത് സംഗീത രംഗത്തുള്ളയാൾ, വെളിപ്പെടുത്തലുമായി രഞ്ജനി ഹരിദാസ്. അന്നേരം തന്നെ പറയണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഇതൊക്കെ മീറ്റു അന്നേരം ചെയ്തു, ഇന്നേരം 10-30 വർഷങ്ങൾക്ക് ശേഷമാണോ പണഞ്ഞുകൊണ്ട് വരുന്നത്? അഡ്മിഷൻ നിഷേധിച്ച സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്ത്? കൊല്ലത്ത് മുസ്ലിം കുട്ടികൾക്ക് എയ്ഡഡ് സ്കൂളിൽ അഡ്മിഷൻ നിഷേധിച്ചു. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള മതമൗലികവാദ സംഘടനകളുടെ ശ്രമങ്ങളെ തടക ഇവരെ ആരെയും അങ്ങോട്ട് കയറ്റാതിരിക്കാമോ? രക്ഷപ്പെടും. ഒറ്റ ഒരെണ്ണത്തിനെ കയറ്റരുത് നിങ്ങളുടെ സ്കൂളിലേക്ക്. പഠിക്കാൻ വരുന്നവർ പഠിച്ചിട്ട് പോട്ടെ. മതം ഉണ്ടാക്കാൻ വരുന്നവർ മതവും ഉണ്ടാക്കി വീട്ടിലിരിക്കാൻ പറ. അതല്ലെങ്കിൽ അവരുടെ തന്നെ ആളുകൾ, സമുദായ സ്നേഹികൾ നടത്തുന്ന സ്കൂളിൽ പോയി പാച്ചാൻ പറ. കൊല്ലം നീണ്ടകരയിൽ വ്യാജ ആധാർ കാർഡ് രേഖകളുമായി ബംഗ്ലാദേശികൾ പിടിയിൽ. കൊല്ലത്ത് ഇവരെ സഹായിക്കാൻ ആരോ ഇല്ലേ? ഉണ്ട്. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം. തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയ സംഭവത്തിൽ തിരുത്തി സമസ്ത. ആഹാ, അന്തസ്. എന്നാൽ നമുക്ക് അത് പോട്ടെ, എന്തിനാ ഈ കൊച്ചു നിലവിളക്ക് കൊളുത്താൻ പോയി? ഈ കൊച്ചു ഇംപ്ലിമെന്റ് ചെയ്തേണ്ടത് നമ്മുടെ കാക്കാടയിലെ കാക്കാട രൂപം ഒന്ന് നോക്കിക്കേ. ഇസ്ലാമിക വൽക്കരണത്തിന് വെടിമരുന്നിടാൻ ജിമ്മുകളും ശരീഅത്ത് ജിമ്മുകളുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ഞങ്ങൾക്ക് പിന്നെ മതം വളർത്തണ്ടായോ? പാട്ടുവെക്കരുത്, ഔറത്തു മറയ്ക്കണം, സ്ത്രീകൾക്കും പുരുഷനും വെവ്വേറെ സമയം. ശരീഅത്ത് ജിം പാലക്കാട്. അവിടെ ഖുർആൻ പഠിപ്പിക്കുവോ കാക്ക? ശരി. അമ്പലത്തിൽ വന്ന് ദഫ്മുട്ട് കളിക്കുമ്പോഴും പള്ളിയിൽ വന്ന് നിസ്കാരം നടത്തുമ്പോഴും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു നടക്കുന്ന മതേതരർ എന്ന് പറയുന്ന ചിലർ കേരളത്തിലെ മതേതരത്വം തകരുന്ന രീതിയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ ഭാവിയിൽ മതനികുതി കൊടുക്കാതെ ഇവിടെ ജീവിക്കാം. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നത് ഞങ്ങള് ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് മാത്രമല്ല, ഞങ്ങൾ ഞങ്ങളുടെ മതം വളർത്താൻ ഏത് അറ്റം വരെയും പോകും. ആ അറ്റത്ത് നിന്നിട്ട് നിങ്ങളുടെ അറ്റം ഞങ്ങൾ കളയും. രണ്ടാമത്, നിങ്ങൾ വലിയ മതേതരന്മാരാണെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ മതേതരം എന്താണ്? മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങൾ കൂടെ വരും, നിങ്ങളുടെ കൂടെ. പക്ഷെ ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വരും. എന്തിനാണെന്നറിയാമോ? ഒരു മതേതരനാകാൻ വേണ്ടിയിട്ട്. മൊസാംബിക്കിലെ കത്തോലിക്ക ബിഷപ്പ് ഒസോറിയോ സിത്തോറ അൽഫോൻസ 54-കാരൻ വെടിയേറ്റു കൊല്ലപ്പെട്ടത് ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ നിർഭയം സ്വരമുയർത്തിയിരുന്ന ഇടയൻ. നല്ല കാര്യമുണ്ട്. ലോകം മൊത്തം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ശരീഅത്ത് നിയമത്തിന് കീഴിൽ വരുമെന്ന് കാക്കായ്ക്ക് അറിയത്തില്ലയോ? അതിനു വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലയോ? അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തീർക്കുകയല്ലാതെ ഞങ്ങൾക്ക് വല്ല വഴിയുണ്ടോ? കാക്കായെ തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ചൊറുകമല്ലയോ? ആ ചൊറുകത്തിനു വേണ്ടി, ആ നിറഞ്ഞ മാറിടമുള്ള 72 ഹൂറികൾക്കു വേണ്ടി താങ്കളുടെ തലയങ്ങോട്ട് തെറിപ്പിച്ചാൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനിർവചനീയമായിട്ടുള്ള സ്വർഗീയ ആരാമങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടി ചെയ്തതാ. അതുകൊണ്ട് ഇനിയെങ്കിലും ആരും ഞങ്ങളുടെ ഇസ്ലാമിനെ ഒന്നും പണയരുത്. പണഞ്ഞാൽ തല പോകും. സിനിമയ്ക്കുള്ള സലീം കുമാറിന്റെ സംഭാവന തലമുറകളോളം ഓർമ്മിക്കപ്പെടും. സലീം കുമാറിന്റെ ഒറ്റ സിനിമ ടിയാൻ കണ്ടിട്ടുണ്ടാവില്ല. പൂനെയിൽ വീട്ടമ്മ വാങ്ങിയ ബെഡ്ഷീറ്റിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ. പരാതിയിൽ അന്വേഷണവുമായി പോലീസ്. എങ്ങനെയുണ്ട്? എവിടെല്ലാം കയറി വരുന്നെന്ന് കണ്ടോ? നമ്മുടെയൊക്കെ ബെഡ്റൂമുകളിൽ വരെ പാകിസ്ഥാൻ കയറി വരുവാണ്. ഇനി ബാത്റൂമിൽ കാണും മിക്കവാറും ഇപ്പൊ തന്നെ. യുവതികളെ സംഘം ചേർന്ന് മർദ്ദിച്ചു, പ്രധാന പ്രതി അറസ്റ്റ്. അയ്യോ, ഇവന്മാരുണ്ടാക്കുന്ന തലവേദന കുറച്ചല്ലേ. വിപ്രോയിലും കയറി ഇപ്പൊ. അടുത്തത്, ബക്രീദ് മൃഗബലി പെരുന്നാൾ ക്ഷണം നിരസിച്ച ഹിന്ദു യുവാവിനെ കുത്തിക്കൊന്ന പ്രതിയെ UP പോലീസ് വെടിവെച്ചു കൊന്നു. പിന്നാലെ വീട് പൊളിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. ഈ മുകളിൽ കാണുന്ന ആ ക്രീം കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന, റോസ് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന കുട്ടിയാണ് സൂര്യൻ. ഈ ഫോൺ ചെയ്യുന്ന പയ്യനാണ് ആസാദ്. ഇവന്റെ 17 വർഷമായിട്ടുള്ള കൂട്ടുകാരനാണ്. ബലി പെരുന്നാളിന് വീട്ടിലോട്ട് വിളിച്ചു, നമുക്കൊരു ബിരിയാണിയൊക്കെ തിന്നിട്ട് വരാന്ന് വീട്ടിൽ പോയി. എന്നിട്ട്, നീ ആടിനെ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. എന്നാ വാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവൻ സജ്ജരാക്കി നിർത്തിയിരുന്ന ആസാദിന്റെ 6 കൂട്ടുകാരും കൂടി വന്ന് പിടിച്ചു മലർത്തി കിടത്തി കഴുത്തങ്ങോട്ട് അറുത്തു.
ഒന്ന് ആലോചിച്ച് നോക്കിക്കണം. ഒരു 17കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ ഒപ്പമുള്ള ആളുകൾ പോലും അത് വേണ്ട എന്ന് പറയുന്നില്ലെങ്കിൽ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ.